Today we are discussing a small topic, bonds and their classification. Okay, bonds we know debentures issued by government, public sector undertakings etc. are called bonds. Bond is a financial instrument whereby the issuer of the bond raises or borrows capital or fund at a certain cost for a certain time period and pays back the principal amount on maturity. Okay, interest paid on bond is called coupon. ഡിബഞ്ചർ ആയാലും ബോണ്ട് ആയാലും ഇൻട്രസ്റ്റിന് വിളിക്കുന്ന പേര് കൂപ്പൺ എന്നാണ്. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കോൾഡ് കൂപ്പൺ റേറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് issuer. The entities that borrow money by issuing bonds are called issuers. ബോറോ ചെയ്യുന്ന ആളുകളെ issuer എന്ന് വിളിക്കുന്നു. ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ is the every bond is issued as a face value which is the principal amount borrowed and returned on maturity. Okay, then coupon. Coupon rate is the rate of interest paid on the bond and coupon is the interest and the rate of interest is called coupon rate. Okay, rating. Every bond is rated by a rating agency. Higher the credit rating, lower will be the coupon required to pay by the issuer and vice versa. Okay, then next, coupon payment frequency. The coupon payments are usually having a payment frequency. Coupons are usually paid annually. നമ്മൾ സാധാരണ വർഷത്തിലൊരിക്കലാണ് കൂപ്പൺ കൊടുക്കുക. ഇറ്റ് മേ ഓൾസോ ബി പെയ്ഡ് സെമി ആനുവലി, ക്വാർട്ടർലി, മന്ത്ലി എക്സെട്ര. Yield, another term. The effective return that the investor makes on bond is called yield. ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന റിട്ടേണിനെയാണ് നമ്മൾ yield എന്ന് പറയുന്നത്. If the holding period is considered for 1 year, it is referred to as current year yield. ഒരു വർഷമാണ് നമ്മൾ പീരീഡ് എന്ന് കണക്കാക്കുകയാണെങ്കിൽ അതിനെ current year yield എന്ന് പറയുന്നു. If it is held to maturity, it is referred to as yield to maturity. മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് കിട്ടുന്ന ആ റിട്ടേണിനെ നമ്മൾ മെച്യൂരിറ്റി വരെ ഹോൾഡ് ചെയ്താൽ കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ YTM, yield to maturity എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, ദെൻ there are different types of bonds. I am just going through these terms. These are only for giving you an awareness as to different terms, different types of bonds. One is plain vanilla bond. A plain vanilla bond is a bond without any unusual features. അതായത് ഓർഡിനറി ആയിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത അല്ലെ സാധാരണ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ വാനില ബോണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബോണ്ട് വിത്ത് എ ഫിക്സഡ് കൂപ്പൺ ആൻഡ് ഡിഫറൻറ്റ് മെച്യൂരിറ്റി. ഒരു ഡിഫൈൻഡ് മെച്യൂരിറ്റി പീരീഡുള്ള ഫിക്സഡ് മെച്യൂരിറ്റിയുള്ള ഫിക്സഡ് കൂപ്പണുള്ള സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബോണ്ടാണ് വാനില ബോണ്ട്. ഓക്കെ, യൂഷ്വലി ഇഷ്യൂഡ് ആൻഡ് റിഡീംഡ് അറ്റ് ഫേസ് വാല്യൂ. ഇഷ്യൂ റിഡംഷനും ഫേസ് വാല്യൂവിനായിരിക്കാം. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സ്ട്രേറ്റ് ബോണ്ട് ഓർ ബുള്ളറ്റ് ബോണ്ട്. Okay, then another type of bond is zero coupon bond. It is a type of bond, as the name indicates, where there is no coupon payment. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഇല്ലാത്ത ബോണ്ടുകളെയാണ് നമ്മൾ സീറോ കൂപ്പൺ ഇല്ലാത്ത എന്നർത്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറലി ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദ ഫേസ് വാല്യൂ ആൻഡ് പെയ്ഡ് അറ്റ് ദ ഫേസ് വാല്യൂ ഓൺ മെച്യൂരിറ്റി. ഫേസ് വാല്യൂ റിഡീം ചെയ്യാം, പക്ഷേ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദ ഡിഫറൻസ് വിൽ ബി yield ഫോർ ദ ഇൻവെസ്റ്റർ. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ടും ഫേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ഇൻവെസ്റ്ററുടെ yield എന്ന് പറയുന്നത്. അല്ലാതെ അയാൾക്ക് എന്തില്ല, കൂപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ദീസ് ആർ ഓൾസോ കോൾഡ് ഡിസ്കൗണ്ട് ബോണ്ട്, ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഇഫ് ദേ ആർ ഫോർ എ ലോങ് ടെണർ. നമ്മൾ ഈ കൂപ്പൺ ബോണ്ടുകൾ തന്നെ സീറോ കൂപ്പൺ ബോണ്ട് തന്നെ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്, വെരി ഹൈ ഡിസ്കൗണ്ട് ഫോർ എ വെരി ലോങ് പീരീഡ്. ഫോർ എക്സാമ്പിൾ 25 ഇയേഴ്സിലേക്കൊക്കെ ഇഷ്യൂ ചെയ്യുക. വളരെ ഹൈ ഡിസ്കൗണ്ട്, ഒരു 5000 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തിട്ട് 1,00,000 രൂപ റിഡീം ചെയ്യുക. ഇത്തരത്തിലുള്ള ബോണ്ടുകളാണ് നമ്മൾ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ടുകൾ എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും പ്രത്യേകത ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റിഡീംഡ് അറ്റ് പാർ വാല്യൂ. ഓക്കെ, ദെൻ അനദർ ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് ഡെഫേർഡ് കൂപ്പൺ ബോണ്ട്, എ ബ്ലെൻഡ് ഓഫ് എ കൂപ്പൺ ബിയറിംഗ് ബോണ്ട് ആൻഡ് എ സീറോ കൂപ്പൺ ബോണ്ട്. Okay, these bonds do not pay any coupon in the initial years. തുടക്കത്തിൽ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കുകയില്ല. ആൻഡ് ദെയർ ആഫ്റ്റർ പേ എ ഹയർ കൂപ്പൺ ടു കോമ്പൻസേറ്റ് ഫോർ നോ കൂപ്പൺ ഇൻ ദ ഇനീഷ്യൽ ഇയേഴ്സ്. തുടക്കത്തിൽ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പകരം അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് പീരീഡുകളിൽ വളരെ ഹൈ ഇൻട്രസ്റ്റ്, വളരെ ഹൈ കൂപ്പൺ കൊടുക്കുന്ന ബോണ്ടുകളാണ് നമ്മൾ ഡെഫേർഡ് കൂപ്പൺ ബോണ്ട്സ്.
It is issued by corporates whose business model has a gestation period before the actual revenue start. അപ്പോൾ ചില വലിയ സ്ഥാപനങ്ങൾ തുടക്കത്തിൽ ഒരു ഗസ്റ്റേഷൻ പീരീഡിലായിരിക്കും, വരുമാനമൊന്നും ഇല്ലാത്ത സമയമായിരിക്കും, പിന്നീട് നല്ല വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇത്തരം കമ്പനികളാണ് സാധാരണ കേസിൽ ഡെഫേർഡ് കൂപ്പൺ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അനദർ വൺ ഈസ് സ്റ്റെപ്പ് അപ്പ് ബോണ്ട്. സ്റ്റെപ്പ് അപ്പ് ബോണ്ട് bonds were coupons usually step up after a certain period. ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ കൂപ്പൺ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യുന്ന ടൈപ്പാണ്. സച്ച് ബോണ്ട്സ് ആർ ഇഷ്യൂഡ് ബൈ കമ്പനീസ് വേർ റവന്യൂസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ ഇൻ എ ഫേസ്ഡ് മാനർ. ഘട്ടം ഘട്ടമായി റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുന്തോറും ബോണ്ടുകളുടെ കൂപ്പൺ ഇൻട്രസ്റ്റ് കൂടി വരുന്നതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡ്യുവൽ കൂപ്പൺ, മൾട്ടിപ്പിൾ കൂപ്പൺ ബോണ്ട്. കാരണം 2-3 തരം റേറ്റ് ഓഫ് കൂപ്പണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡൗൺ ബോണ്ട്. നമ്മൾ സ്റ്റെപ്പ് അപ്പ് ബോണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞാൽ റേറ്റ് കുറയുന്ന ബോണ്ടുകളെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്, അഡ്ജസ്റ്റബിൾ റേറ്റ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ്, the rate of coupon, rate of interest is not fixed, it is floating. It will be linked to a benchmark. For example, it will be adjusted to inflation. ഇക്കണോമിയിലുള്ള പ്രൈസ് ലെവൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് കൂപ്പൺ റേറ്റ് വേരി ചെയ്യുന്ന, ഒരിക്കലും ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കാത്ത ബോണ്ടുകളെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ആ പേരിൽ തന്നെയുണ്ട്. ഓക്കെ, എ കമ്പനി മേ ഇഷ്യൂ എ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട് ആസ് ട്രഷറി ബോണ്ട് റേറ്റ് പ്ലസ് 50 BPS. അതായത് നമ്മൾ സാധാരണ കേസിൽ ഒരു ഫിക്സഡ് റേറ്റും പ്ലസ് ഇക്കണോമിയിലുള്ള ഒരു ട്രഷറി റേറ്റും കൂടി തമ്മിലുള്ള വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ട്രഷറി റേറ്റ് പ്ലസ് എന്താണ് ഇക്കണോമിയിലുള്ള വേരിയേഷൻ, രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ടോട്ടൽ എന്ത് ചെയ്യും, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് സിമിലർ ആണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ബോണ്ട് ഈസ് ലിങ്ക്ഡ് ടു ഇൻഫ്ലേഷൻ എവരി ഇയർ. നമ്മൾ നേരത്തെ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ പ്രത്യേകത ഇൻട്രസ്റ്റ് ആണ് വേരി ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, ഇൻഫ്ലേഷൻ അനുസരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് ബോണ്ട് നമ്മൾ ഇൻവെസ്റ്ററുടെ ആ ക്യാപിറ്റൽ പ്രിൻസിപ്പൽ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന് പറയുന്നത്. ജനറലി ദ അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ ബി, ദ ഇൻഫ്ലേഷൻ റേറ്റ് വിൽ ബി ലിങ്ക്ഡ് ടു ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇക്കണോമിയിലുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കിയിട്ടാണ് ഇൻഫ്ലേഷനൊക്കെ കാണുന്നത്, അതിനനുസരിച്ചിട്ടാണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ബോണ്ട്, അങ്ങനത്തെ ബോണ്ടുകൾ തന്നെയുണ്ട്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ബോണ്ടിൻ്റെ പ്രത്യേകത നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റും പ്രിൻസിപ്പലും രണ്ടും വേരി ചെയ്യുന്ന ബോണ്ടുകളെയാണ്. ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ പ്രൈസ് ലെവൽ ചേഞ്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞ 3 ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ പ്രത്യേകത റേറ്റിൽ മാറ്റം വരും, പ്രിൻസിപ്പൽ മാറില്ല. ക്യാപിറ്റൽ ഇൻഡെക്സിൻ്റെ പ്രത്യേകത ഇൻട്രസ്റ്റ് മാറില്ല, പ്രിൻസിപ്പൽ മാറും. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്ററിൻ്റെ പ്രത്യേകത രണ്ടും ഇൻഫ്ലേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബോണ്ടുകളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇൻവേഴ്സ് ഫ്ലോട്ടേഴ്സ്. ഇറ്റ് ഈസ് സിമിലർ ടു ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്. ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ പോലെ തന്നെയാണ്. ദ റേറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആവാം, പ്രൈസ് ലെവലാവാം, ഇൻഫ്ലേഷൻ റേറ്റ് ആവാം. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ച് കുറയുക, നേരെ ഓപ്പോസിറ്റ് വരുന്ന കേസാണ് ഇൻവേഴ്സ് ഫ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ബെഞ്ച് മാർക്ക് ഗ്രോ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ദ കൂപ്പൺ റേറ്റ് കംസ് ഡൗൺ, കൂപ്പൺ റേറ്റ് കുറയും. അതല്ല ഇൻഫ്ലേഷൻ കുറയുമ്പോൾ കൂപ്പൺ റേറ്റ് കൂടും. ഇങ്ങനെയുള്ള നേരെ ഓപ്പോസിറ്റ് വരുന്ന ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളാണ് ഇൻവേഴ്സ് ഫ്ലോട്ടേഴ്സ്. ആ പേരൊന്നും കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്ററി ബോണ്ട്സ്. പാർട്ടിസിപ്പേറ്ററി അല്ലേ, പ്രിഫറൻസ് ഷെയർസിലൊക്കെ നമ്മൾ പറയാറുണ്ട് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, അതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് എ ബോണ്ട് വെയർ ബൈ ദ ഇഷ്യൂവർ പ്രോമിസസ് എ ഫിക്സഡ് റേറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കും, പ്ലസ് a coupon cash flow may increase if the profit or income level of the company rise to a specific level. ഓക്കെ, പിന്നീട് അയാൾക്കൊരു ഫിക്സഡ് റേറ്റ് കൊടുത്തു, പ്ലസ് കമ്പനിയുടെ ഇൻകം ലെവൽ അനുസരിച്ച് ഇയാൾക്കൊരു അഡീഷണൽ കിട്ടുമ്പോൾ, അതായത് കമ്പനിയുടെ പ്രോഫിറ്റിൽ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ്. കമ്പനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ബോണ്ടുകളാണ് പാർട്ടിസിപ്പേറ്ററി ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻവെസ്റ്റർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ റിട്ടേൺ എൻജോയ്ഡ് ബേസ്ഡ് ഓൺ ദ കമ്പനി റവന്യൂ ഓർ ഇൻകം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം ബോണ്ട്.
ഇറ്റ് ഈസ് സിമിലർ ടു പാർട്ടിസിപ്പേറ്ററി ബോണ്ട്. പാർട്ടിസിപ്പേറ്ററി പോലെ തന്നെയാണ്, പക്ഷേ ദീസ് ടൈപ്സ് ഓഫ് ബോണ്ട്സ് ഡു നോട്ട് ഹാവ് എ റിഡക്ഷൻ ഇൻ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. പാർട്ടിസിപ്പേറ്ററി ബോണ്ടിൻ്റെ പ്രത്യേകത ലാഭം ഉണ്ടെങ്കിൽ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, നഷ്ടം ഉണ്ടെങ്കിൽ അതും ഏറ്റെടുക്കണം. ഇവിടെ അങ്ങനെയില്ല. ഇൻകം ബോണ്ടിൻ്റെ പ്രത്യേകത ഇൻട്രസ്റ്റ് കുറയില്ല. അതായത് കമ്പനിയുടെ റവന്യൂ കുറഞ്ഞാൽ ഇൻട്രസ്റ്റ് കുറയില്ല, കമ്പനിയുടെ റവന്യൂ കൂടിയാൽ എന്ത് കൂടും? ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് മാത്രം വരുന്ന ബോണ്ടുകളാണ് ഇൻകം ബോണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബോണ്ടാണ് പേയ്മെൻറ്റ് ഇൻ കൈൻഡ് ബോണ്ട്. ആ പേരിൽ തന്നെയുണ്ട്, പേയ്മെൻറ്റ് ഇൻ ക്യാഷ് അല്ല, പേയ്മെൻറ്റ് ഇൻ കൈൻഡ് ആണ്. അതായത് നമ്മൾ കൂപ്പൺ കൊടുക്കുക ഏത് രൂപത്തിൽ തന്നെയാണ്? ഇൻട്രസ്റ്റ് ഓർ കൂപ്പൺ നോട്ട് ഇൻ ടേംസ് ഓഫ് ക്യാഷ് ബട്ട് ഇൻ ദ ഫോം ഓഫ് അഡീഷണൽ ബോണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ കൊടുക്കുന്നത് പുതിയ ബോണ്ടുകളുടെ രൂപത്തിലാണ്, ക്യാഷ് രൂപത്തിലല്ല. ഓക്കെ, ദെൻ എക്സ്റ്റെൻഡബിൾ ബോണ്ട്സ്. ദീസ് ആർ ദ ബോണ്ട്സ് that allow the holder to enjoy the right to extend the maturity. എക്സ്റ്റെൻഡബിൾ സാധാരണ 5 ഇയേഴ്സിലേക്കാണ് ഇഷ്യൂ ചെയ്തതെങ്കിലും ആ ഡിബഞ്ചർ ഹോൾഡർക്ക്, ബോണ്ട് ഹോൾഡർക്ക് വേണമെങ്കിൽ അതെന്ത് ചെയ്യാം? 6, 7, 10 വർഷമായി എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ബോണ്ടുകളാണ് എക്സ്റ്റെൻഡബിൾ. ടെൻഡബിൾ റീസെറ്റ് ബോണ്ട്സ്. ബോണ്ട്സ് വിച്ച് അലോ ദ ഇഷ്യൂവർ ആൻഡ് ദ ബോണ്ട് ഹോൾഡർ ടു റീസെറ്റ് ദ കൂപ്പൺ റേറ്റ്. ടെൻഡബിൾ റീസെറ്റ് ബോണ്ട്സ് അല്ലേ, റീസെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, കൂപ്പൺ റേറ്റ് അത് ആ സമയത്തുള്ള മാർക്കറ്റ് റേറ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ, അതായത് കമ്പനിയും ഈ ഡിബഞ്ചറും ബോണ്ട് ഹോൾഡറും തമ്മിൽ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലൂടെ റീസെറ്റ് ചെയ്യാവുന്ന ബോണ്ടുകളെയാണ് റീസെറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നെഗോസിയേഷൻ ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ ബോണ്ട് ഹോൾഡർ. ഇത് ഇഷ്യൂ ചെയ്യുന്ന ആളും ബോണ്ട് ഹോൾഡറും തമ്മിലുള്ള ഒരു നെഗോസിയേഷനിലൂടെയാണ് ഇത് റീസെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ദിസ് ഈസ് യൂഷ്വലി ദ കേസ് വെർ ദ ബോണ്ട് ടെനർ ഈസ് വെരി ലോങ് പീരീഡ്. ഒരു ലോങ് ടേം ബോണ്ടുകളാകുമ്പോഴാണ് സാധാരണ കേസിൽ ഇത് സംഭവിക്കുക. പെർപ്പച്വൽ ബോണ്ട്സ്. ബോണ്ട്സ് that pay coupon rate on the face value till the life of the company. പെർപ്പച്വൽ, പെർമനൻ്റ് ആണ്, ഒരിക്കലും റിഡീം ചെയ്യാത്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കമ്പനി ഏതൊക്കെ കാലമുണ്ടോ അത്രയും കാലത്തേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ബോണ്ടുകളാണ് പെർപ്പച്വൽ ബോണ്ട്സ്. കൺവേർട്ടിബിൾ ബോണ്ട്സ് വി നോ അല്ലേ, ബോണ്ട്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ്. കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് പറയാറുണ്ട്. ഒരു പ്രത്യേക പീരീഡിന് ശേഷം ഇക്വിറ്റി ഷെയറായി കൺവേർട്ട് ചെയ്യുന്ന ബോണ്ടുകളെയാണ് കൺവേർട്ടിബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചബിൾ ബോണ്ട്സ്. ബോണ്ട്സ് സിമിലർ ടു കൺവേർട്ടിബിൾ ബോണ്ട്സ്. കൺവേർട്ടിബിൾ ബോണ്ട് തന്നെയാണ്, വ്യത്യാസം എന്ന് പറയുന്നത് ദേ ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ഇക്വിറ്റി ഷെയർസ് ബട്ട് നോട്ട് ഓഫ് ദ ഇഷ്യൂവർ. ഓക്കെ, ഇക്വിറ്റി ഷെയറുമായിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ്, എന്തല്ല ഇഷ്യൂവറുമായിട്ടല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദിസ് ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് ഫോർ ഇക്വിറ്റി ഷെയർസ് ഓഫ് അനദർ കമ്പനി. നമ്മൾ ഇഷ്യൂവറുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യില്ല, പകരം വേറെ കമ്പനിയുടെ ഇക്വിറ്റി ഷെയറുമായിട്ട് അല്ലേ, മറ്റൊരു കമ്പനിയാണ് ഇഷ്യൂവറെ മാറ്റി നിർത്തി മറ്റു കമ്പനിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് എക്സ്ചേഞ്ചബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോളബിൾ ബോണ്ട്സ്. കോൾ ചെയ്യാവുന്നത്. ദ ഇഷ്യൂവർ ഹാസ് ദ റൈറ്റ് ടു കോൾ ബാക്ക് ദ ബോണ്ട് അറ്റ് എ പ്രീ എഗ്രീഡ് പ്രൈസ് ആൻഡ് അറ്റ് എ പ്രീ ഫിക്സഡ് ഡേറ്റ്. നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പറയും ഇത്ര വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ എന്ത് ചെയ്യാവുന്നതാണ്, കോൾ ചെയ്യാൻ കമ്പനിക്ക് റൈറ്റ് ഉണ്ട്. അങ്ങനെ കോൾ ചെയ്യാവുന്ന ബോണ്ടുകളെയാണ് അല്ലേ, തിരിച്ച് വിളിച്ച് ക്യാഷ് തിരിച്ചു കൊടുക്കാവുന്ന ബോണ്ടുകളെയാണ് കോളബിൾ ബോണ്ടുകൾ എന്ന് പറയുന്നത് അല്ലേ. സച്ച് ബോണ്ട്സ് ഓഫർ ജനറലി ഹയർ റേറ്റ് ദാൻ നോർമൽ സ്ട്രേറ്റ് കൂപ്പൺ അല്ലേ. സാധാരണ ബോണ്ടുകളെ അപേക്ഷിച്ച് ഹയർ റേറ്റ് കൊടുക്കുന്ന ബോണ്ടുകളാണ് കോളബിൾ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ യാങ്കി ബോണ്ട്. യാങ്കി ബോണ്ട് എന്ന് പറയുമ്പോൾ ഡോളറിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളാണ്, അമേരിക്കയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, ബട്ട് ബൈ ആൻ ഇഷ്യൂവർ ഹു ഈസ് ഔട്ട്സൈഡ് ദ US. ഇഷ്യൂ ചെയ്യുന്ന ആൾ അല്ലേ, ഡോളറിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, US ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഇഷ്യൂവർ ഔട്ട്സൈഡ് ആണെങ്കിൽ അല്ലേ, അമേരിക്കക്ക് പുറത്താണെങ്കിൽ അതിനെ യാങ്കി ബോണ്ട് എന്ന് പറയും. സാമുറായി ബോണ്ടും ഏകദേശം അതേപോലെ തന്നെ യെന്നിൽ ഡിനോമിനേറ്റ് ചെയ്യുന്ന ബോണ്ടാണ് അല്ലേ. യെന്നാണ് എന്താണ്, ജപ്പാനിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷേ ഇഷ്യൂവർ എവിടെയാണ്, ജപ്പാനിന് പുറത്താണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് സാമുറായി ബോണ്ട്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് അല്ലേ, ഷോഗൺ ബോണ്ടിൻ്റെ പ്രത്യേകത യെന്നിലല്ലാതെ ഇഷ്യൂ ചെയ്യുന്നതാണ്. യെന്നിലല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന, ജപ്പാനിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇഷ്യൂവർ ഔട്ട്സൈഡറാണ്. രണ്ടും തമ്മിലുള്ള സാമുറായും ഇത് തമ്മിലുള്ള വ്യത്യാസം, സാമുറായി ബോണ്ട് യെന്നിലാണ് ഡിനോമിനേഷൻ, അതേസമയം ഷോഗൺ ബോണ്ട് നോൺ യെന്ന് ഡിനോമിനേറ്റഡ് ബോണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറേ ബോണ്ടുകളുടെ പേര് ഒന്ന് കേൾപ്പിക്കാൻ ശ്രമിച്ചതാണ്. യു മേക്ക് അഡീഷണൽ റീഡിങ്. ഓക്കെ, താങ്ക് യു.